ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വിശുദ്ധ തോമസ് സ്ലീഹായെ കുറിച്ച് ഏതാനും വാക്കുകൾ പറയാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരാളും ദിദിമോസ്, മാർത്തോമ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതുമായ ഗലീലയിൽ ജനിച്ച് AD 72 തമിഴ്നാട്ടിൽ മൈലാപ്പൂരിൽ വെച്ച് ധീരരക്തസാക്ഷിത്വം വരിച്ച ഭാരത ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രഥമ അപ്പസ്തോലൻ വിശുദ്ധ തോമസ് സ്ലീഹ. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇറ്റലിയിലെ ഓർത്തോണിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഭാരത ക്രൈസ്തവ സമൂഹം ഒന്നാകെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ 3 ദുഃഖാന തിരുനാൾ ആഘോഷിക്കുന്നു. അവിശ്വാസത്തിന്റെ താക്കോൽ ദ്വാരത്തിലൂടെ കടന്നുപോയി വിശ്വാസത്തിന്റെ വാതായനം തുറന്ന് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന മഹത്തായ വിശ്വാസ സാക്ഷ്യം നമുക്ക് പകർന്നു നൽകിയ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആൾരൂപം. പാലയൂർ, കൊടുങ്ങല്ലൂർ, കൊക്കമംഗലം, കോട്ടക്കാവ്, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വിശുദ്ധ തോമസ് സ്ലീഹ സ്ഥാപിച്ച പള്ളികൾ 7 പള്ളികൾ എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ തോമസ് സ്ലീഹയുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. വിശുദ്ധ തോമസ് സ്ലീഹ ഈശോയുടെ തിരുമുറിവുകളിൽ തൊട്ട് തന്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തിയതുപോലെ നമ്മുടെ മുറിവുകളും ഈശോയുടെ തിരുമുറിവുകളിൽ ചേർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുറിവുകളും തിരുമുറിവുകളായി മാറും. നമ്മുടെ ക്ഷതങ്ങളും പഞ്ചക്ഷതങ്ങളായി മാറും. നമ്മുടെ പീഡകളും പീഡാനുഭവങ്ങളായി മാറും. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന വിശുദ്ധ തോമസ് സ്ലീഹായുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലും കാതുകളിലും എന്നും മുഴങ്ങി കേൾക്കട്ടെ. ക്രിസ്തു ദൈവവും കർത്താവുമാണെന്ന് ഹൃദയത്തിൽ ആഴ്ന്നു വിശ്വസിക്കാനും അതരം കൊണ്ട് അതേച്ചു പറയുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ. അതുവഴി വിശുദ്ധ തോമസ് സ്ലീഹായെ പോലെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.